അസ്സലാമു അലൈക്കും. മതനിഷേധം, മതനിരാസം, മതത്തെ എതിർക്കുക, ആൻറ്റിതീസം, നാസ്തികത, ഇതുകൊണ്ടൊക്കെയുള്ള അപകടങ്ങൾ പലപ്പോഴും പല ആളുകളിൽ നിന്നും ഉണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ അനാവൃതമാകാറുണ്ട്. ഇവിടെ ജബ്ബാറിൻ്റെ പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ പറയപ്പെട്ട മതനിഷേധം ബാധിച്ച ഒരാൾക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയാണ് എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നു. ഞാൻ പലപ്പോഴും ജബ്ബാറിൻ്റെ ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആൻ അധ്യാപനങ്ങളുണ്ട്. അതായത് മനുഷ്യർക്ക് മുഴുവൻ എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, ദാനധർമ്മത്തെക്കുറിച്ചും മറ്റൊക്കെ പറയുന്ന വചനങ്ങളെ ഇയാൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ നോക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വീഡിയോയിൽ ആ വിഷയം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഖുർആൻ ആയത്ത്, അതിൻ്റെ ആശയമെന്ന് പറയുന്നത് പിന്നെ അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കൊക്കെ പണം നൽകുന്നതിനെക്കുറിച്ചാണ്. ഏവരാലും പ്രശംസിക്കപ്പെടുന്ന, ഏവരാലും അംഗീകരിക്കപ്പെട്ട വചനം. എന്നാൽ ആ വചനത്തെക്കുറിച്ച് എന്താണ് ഇവിടെ ജബ്ബാർ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് കേട്ടു നോക്കാം. അന്ത്യദിനത്തിലും അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കണം, കുടുംബബന്ധം പുലർത്തണം, അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും ഭിക്ഷക്കാർക്കും അടിമകളുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, കരാർ ചെയ്താൽ അത് നിറവേറ്റണം. ഇത്രയുമാണ് ഒരു മനുഷ്യൻ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ ധാർമ്മിക ചുമതലകളായിട്ട് ഇവിടെ വിവരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ഖുർആനിൽ പലയിടത്തായിട്ട് ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് 1-2 സ്ഥലങ്ങളിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ജീവിത വീക്ഷണവും ധാർമ്മിക വീക്ഷണവും ഒരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട പൗരബോധവും ധാർമ്മിക ബോധവും ഒക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന കുറച്ച് ചീളുകേസ്, ചെറിയ നിസ്സാര കാര്യങ്ങൾ ഒരു ദൈവം മനുഷ്യരോട് ലോകാവസാനം വരെയൊക്കെ ഇറക്കിയ ധാർമ്മിക പുസ്തകത്തിൽ പറയുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ കാര്യങ്ങൾ എത്രമാത്രം ബാലിശവും അപൂർണവുമാണ് എന്നാലോചിച്ച് നോക്കുക. ഇന്നിപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? വളരെ ബാലിശമായ, ഒന്നിനും പറ്റാത്ത സംഭവമാണ് എന്നൊക്കെ മൂപ്പര് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കലല്ല എന്നൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് എന്താണ്? കരാറ് പാലിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, അതിഥികൾക്ക്, വഴിപോക്കർക്ക്, അനാഥർക്ക്. അനാഥരെന്ന് പറയുമ്പോൾ ആരാണ്? പിതാവ് നഷ്ടപ്പെട്ടവർ, മാതാവ് നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുന്നുകൾക്ക്, അവർക്ക് വേണ്ടി അവരെ വളർത്തുന്നതിനുമൊക്കെയാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്? പ്രചോദിപ്പിക്കുന്നത്. ഇതിനെ വളരെ ബാലിശമായി എന്നാണ് ഇയാൾ പറയുന്നത്. എന്തുകൊണ്ട് ഇയാൾ ഇതിങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അയാൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു എന്തോ ഒരു ദേഷ്യം, അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര നല്ല ഉപദേശങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വിമർശിക്കണു? ഇവിടെയാണ് മതനിരാസത്തിൻ്റെ, നാസ്തികതയുടെ അപകടം കിടക്കുന്നത്. അവരിത്തരത്തിലുള്ള മതം പറഞ്ഞു എന്ന കാരണത്താൽ അതിനെ മോശമാക്കുക. ഇതൊരു വല്ലാത്ത അപകടമല്ലേ? ഇനി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് തുടർന്ന് കേൾക്കുക. ഇതിന് നമുക്ക് ബദൽ വേണമെങ്കിൽ നിർദ്ദേശിക്കാം. ഇപ്പോൾ ഖുർആനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബദൽ നിർദ്ദേശിക്കാം ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഞാൻ ബദൽ നിർദ്ദേശിക്കാം. നിങ്ങൾ ലോകം അംഗീകരിക്കുന്ന, ആധുനിക രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന മനുഷ്യാവകാശ തത്വങ്ങളിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ 30 ആർട്ടിക്കിൾ ഈ ഒരു ആയത്തിന് ബദലായിട്ട് ഞാൻ അങ്ങോട്ട് വെക്കാം. മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുടെ 30 ആർട്ടിക്കിളുകൾ ഈ ആയത്തിന് പകരം വെച്ചിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ശരിയായ ജീവിത ധാർമ്മികത പ്രദാനം ചെയ്യുന്നതിന് ഈ ഭിക്ഷക്കാർക്ക് കൊടുക്കുക, സക്കാത്ത് ചോദിച്ചുകൊണ്ട് വരുന്നവർക്ക് കൊടുക്കുക, അഗതികൾക്ക് കൊടുക്കുക, കുടുംബബന്ധം പുലർത്തുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, മറ്റു കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളുമായിട്ട് നിങ്ങൾ അതിനൊന്ന് താരതമ്യം ചെയ്യുക. നമുക്ക് ബദൽ നിർദ്ദേശിക്കാം. നോക്കൂ, നിങ്ങൾ UDHRൻ്റെ, മനുഷ്യരെല്ലാവരും അംഗീകരിക്കുന്ന UDHRൻ്റെ 30 ആർട്ടിക്കിൾ ബദലായിട്ട് മൂപ്പര് വെക്കത്രേ. ജബ്ബാറിനോട് പറയാനുള്ളത്, ജബ്ബാറിന് സ്വന്തമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ? ജബ്ബാറിന് സ്വന്തമായി നാസ്തികതയുടെ പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും ഉണ്ടോ? UDHR ജബ്ബാർ ഉണ്ടാക്കിയതല്ല, ജബ്ബാറിൻ്റെ മുൻഗാമികളുണ്ടാക്കിയതല്ല. ജബ്ബാർ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നാസ്തികതയും UDHRും എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ തന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കൃത്യമായി തന്നെ സ്ഥാപിക്കുന്നത് തന്നെ ഇതാണ്: നാസ്തികതയുടെ ആശയങ്ങളും അവരുടെ ധാർമ്മികതയുടെ മാനദണ്ഡവും പിന്നെ ഈ UDHR തമ്മിൽ യോജിച്ചു പോകില്ല
ഇതാണ് അതിൽ തെളിയിക്കുന്ന കാര്യം തന്നെ, സ്ഥാപിക്കുന്നത് തന്നെ. അതിന് മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. UDHR എങ്ങനെയാണ് നാസ്തികതയുടെ പ്രൊഡക്റ്റ് ആവുന്നത്? അങ്ങനെ പ്രൊഡക്റ്റ് ആവുന്നേ ഇല്ല. ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ സ്ഥാപിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട UDHRൽ നമ്മളെ കമ്മ്യൂണിസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രോപ്പർട്ടി എല്ലാവർക്കും എടുക്കാമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസത്തിനെതിരാണ്. എന്നാൽ ക്യാപിറ്റലിസത്തിൻ്റെ ലെസിഫെയർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലെസിഫെയർ ക്യാപിറ്റലിസത്തിൻ്റെ വക്താക്കളെ സമയത്തോളം അതും അവർക്കും എതിരായിട്ടുള്ള കാര്യങ്ങളും UDHRലുണ്ട്. അതെന്താണ്? അത് ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കുന്നതാണ്. ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കുന്നത് സോഷ്യലിസത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഇവിടെ കൃത്യമായി തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിനെതിരാണ്. ഇങ്ങനെ പല ആശയങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു അവിയൽ പരുവുള്ള സാധനമാണ് UDHR. ഇത് പലതും അംഗീകരിക്കില്ല. കമ്മ്യൂണിസത്തിനെ പൂർണ്ണമായിട്ട് UDHR അംഗീകരിക്കുന്നില്ല. ഈ പറയപ്പെട്ട ക്യാപിറ്റലിസത്തിനെ പൂർണ്ണമായിട്ടും UDHR അംഗീകരിക്കുന്നില്ല. നാസ്തികത തീരെ അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ UDHR കൊണ്ടുവരുന്നത്? വേറെ ആരും ഉണ്ടാക്കിയെടുത്ത UDHR എടുത്തിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വിട്ടു വരൂ, അതിവിടെ സമർപ്പിക്കൂ ബദലായിട്ട് എന്നാണ് ജബ്ബാറിനോട് പറയാനുള്ളത്.